നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുരേഷ് ഗോപിയെ ആക്ഷേപിച്ച ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ ചെയ്യുന്നത് കണ്ടോ? ആക്ഷേപിച്ച സ്വാഭാവികമായും സുരേഷ് ഗോപി തിരിച്ചും കൊടുക്കും. അങ്ങനെ അടിയും തിരിച്ചടിയും നമ്മൾ കണ്ടതാണ്. അതെ, ബ്രിട്ടാസ് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് നടന്നപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി കയ്യിൽ പിടിക്കുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പാർലമെന്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ് അന്ന് സുരേഷ് ഗോപിക്കെതിരെ ബ്രിട്ടാസ് പറഞ്ഞത്. അധിക്ഷേപകരമായ ഒരു പ്രവൃത്തിയാണ് അന്ന് ബ്രിട്ടാസ് പാർലമെന്റിൽ കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് ഈ അഭ്യാസത്തിന് ബ്രിട്ടാസ് മുതിർന്നത് എന്തുകൊണ്ടാണ്? മുന്ന എന്നൊരു വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് അന്ന് സുരേഷ് ഗോപിയെ അദ്ദേഹം വിളിച്ച് ആക്ഷേപിച്ചത്. ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ്, അതുകൊണ്ടായിരിക്കും സംഭവിച്ചത്. ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. അതെന്തിനു വേണ്ടിയായിരുന്നു? ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം. പാർലമെന്റിൽ ഇവര് കിടന്ന് കാണിക്കുന്ന പൊറാട്ട് നാടകങ്ങളൊക്കെ ആരെയൊക്കെയോ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഒരു പൊതുപരിപാടി വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അവര് അഭിനയിക്കാൻ മറന്നുപോകും. അതുകൊണ്ടാണ് ഈ കെട്ടിപ്പിടുത്തവും പുഞ്ചിരിയും ഒക്കെ. എൻ്റെ പൊന്നു ബ്രിട്ടാസെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് അഭിനയിച്ചിട്ട് എന്ത് കാര്യം? പാർലമെന്റിൽ ഒരു സ്വഭാവം, പൊതുപരിപാടിയിൽ അങ്ങോട്ട് ചെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് മിണ്ടുന്നു, സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്തെല്ലാം അഭിനയങ്ങൾ! ഇത് ബ്രിട്ടാസിന്റെ മാത്രമല്ല, മുഴുവൻ കമ്മിക്കൂട്ടങ്ങളുടെയും സ്വഭാവമാണ്. എങ്ങനെയും വോട്ട് കിട്ടണം, കസേര നിലനിർത്തണം, അതിന് സുഡാപ്പികളെ സുഖിപ്പിക്കണം, BJPയെ തെറി വിളിക്കണം. അതാണ് ലക്ഷ്യം. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, അത് മറക്കരുത്. ജനം മണ്ടന്മാരല്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.